സ്ഫിയർമാൻ റോ. ആക്ച്വലി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊരു ജസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. വളരെ സിമ്പിളായൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. നമുക്കൊരു 6 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. MPC 006 എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആട്ടോ സ്ഫിയർമാൻ റോ. അപ്പോൾ ഇത് നോൺ പാരാമെട്രിക് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. പിന്നെ ഇതിൽ കോറിലേഷൻ കാണാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോറിലേഷൻ അതിൻ്റെ ഡയറക്ഷനും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റാങ്കിങ് വെച്ചിട്ടാണ് കേട്ടോ, ഡാറ്റേൻ്റെ റാങ്കിങ് നമ്മൾ തരുന്ന ഡാറ്റേൻ്റെ റാങ്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫർദർ കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയറിലൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് സാധാരണ ചോദിക്കാറ്: കമ്പ്യൂട്ട് സ്പിയർമാൻസ് റോ കോഎഫിഷ്യൻറ്റ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കാറ് കേട്ടോ. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരു കോളത്തിൽ രണ്ട് ഗ്രൂപ്പ് തന്നു കേട്ടോ, എയും ബിയും. അപ്പോൾ വാല്യൂ നമുക്ക് കിട്ടി, എയും ബിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിനെ നമ്മൾ റാങ്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ റാങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോളത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഡാറ്റേൻ്റെയുമാണ് റാങ്ക് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആണ് റാങ്ക് ചെയ്യുന്നത്, ഒന്നിച്ചല്ല. ഇപ്പോൾ മാൻ വൈറ്റിനൊക്കെയാണെങ്കിൽ നമ്മൾ ഫുൾ ഒന്നിച്ചല്ല റാങ്ക് ചെയ്യുന്നത്. 2 കോളത്തിനും ഫുൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിപ്പം N1 N2 ഉണ്ടെങ്കിൽ ആ N1 N2നും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് 1 2 3 എന്ന് പറഞ്ഞിട്ട് റാങ്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഓരോ കോളത്തിനും ആണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ A B 2 കോളം ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? RA RB എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇതാണ് ഫസ്റ്റ് നമ്മളെ സ്റ്റെപ്പ്. നമ്മൾ ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ എല്ലാം ചെയ്യാനുള്ളത് കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ AB RA RB. അപ്പം എൻ്റെ റാങ്കിങ് ആണ് RA, ബീൻ്റെ റാങ്കിങ് ആണ് RB. ഇനി D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RA മൈനസ് RB എന്നിട്ട് D². അതിൻ്റെ RA മൈനസ് RBൻ്റെ സ്ക്വയർ. ഇത്രയാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ കാണേണ്ടത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ എയും ബിയും നമ്മൾ അതേപോലെ എഴുതിയെടുക്കും. ഇത് ഈ ഒരു ടേബിൾ നമ്മളെപ്പോഴും ഫോം ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ടേബിൾ തന്നെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയതും നമ്മളിപ്പോൾ എക്സാമിനൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫൈനൽ ആൻസർ, കാരണം ഇപ്പോൾ പ്രൊഡക്റ്റ് കോറിലേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് കോറിലേഷനൊക്കെ നമുക്ക് കുറേ കാൽക്കുലേഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇപ്പം കാൽക്കുലേഷൻ ഫൈനലി തെറ്റിയാൽ പോലും നമുക്ക് ഈ സ്റ്റെപ്സിനെല്ലാം മാർക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പെല്ലാം ഇതേപോലെ ഫോളോ ചെയ്തിട്ട് തന്നെ പോകണം. അപ്പോൾ ഇപ്പോൾ ഞാൻ എയും ബിയും എഴുതി കഴിഞ്ഞു. ഇനി RA എന്ന് പറഞ്ഞാൽ എൻ്റെ റാങ്കിങ്. അപ്പം ആ ഒരു കോളത്തിൽ ഏതാണ് ഏറ്റവും ചെറുത്? അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. ഓക്കെ, അതിലേറ്റവും ചെറുത് ഏതാണ്? അയ്യോ, താഴത്തത് കാണാനില്ലേ വീഡിയോ? ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ റാങ്ക് ചെയ്ത് വരികയാണ്. 1 2 3 9 കഴിഞ്ഞാൽ 10 4 കൊടുത്തു, 5 കൊടുത്തു, 13 6 കൊടുത്തു, പിന്നെ 16 17 8 കൊടുത്തു, പിന്നെ 18 19. അത് എഴുതി മാറിപ്പോയതാട്ടോ. 18 19, 18 ആണ് 9, മറ്റേതാണ് 10. ഓക്കെ, അങ്ങനെ തെറ്റിയാലും അങ്ങനെ മാറിപ്പോയാലും നമ്മുടെ കാൽക്കുലേഷനൊക്കെ തെറ്റുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ എഴുതണം കേട്ടോ. ചിലപ്പോൾ നമുക്കിങ്ങനെ കുറേ ഡാറ്റ കാണുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. 2 കോളം ഇങ്ങനെ മാറി മാറി കാണുമ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ്. ചിലപ്പോൾ എയിലേക്കും ബിയിലേക്കും നമ്മൾ മാറി നോക്കി പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനിയിപ്പം RAയും RBയും കണ്ടുപിടിച്ചു. നമ്മൾ RA മൈനസ് RB ചെയ്യണം.
ഇല്ല നമ്മൾ മൈനസ് ചെയ്യണം. ആക്ച്വലി ഞാൻ 6 തെറ്റിയിട്ടുണ്ട്, അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം നിങ്ങളത് ആദ്യമേ കറക്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് സ്റ്റെപ്സ് എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമുക്ക് വരും ഇതിലൊക്കെ. കാരണം ഇങ്ങനെ കുറേ ഡാറ്റ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് മാറ്റാഞ്ഞത് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ളത് നമ്മൾ തന്നെ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വേണം ചെയ്യാൻ. കാരണം ഹ്യൂമൻ എററല്ലേ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ എറർ സംഭവിക്കാം. നല്ലോണം ശ്രദ്ധിക്കണം. ഒന്നും കൂടി ഒരു ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ d² കണ്ടു. d² വാല്യൂ നമുക്ക് 6 കിട്ടി. ഇനിയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. വളരെ സിമ്പിളായൊരു ഇക്വേഷനാണിത്. r = 1 - 6 d² ഡിവൈഡ് ബൈ n ഇൻറ്റു n - 1. അതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് കേട്ടോ, ഫോർമുല വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്ത് ചെയ്തു, റാങ്കിൻ്റെ ആ d² = 6 എന്നുള്ളതൊന്ന് എഴുതി കൊടുത്തു. സ്റ്റെപ്പ് 3ൽ ഫോർമുല എന്താ, 1 - 6 സിഗ്മ d² ഡിവൈഡ് ബൈ n ഇൻറ്റു n² - 1 ഉണ്ടോ. 1 - 6 × 6 10 ഇൻറ്റു n² എത്രയാണ്, 100. ഇവിടെ n എത്രയായിരുന്നു, 10 ആയിരുന്നു കേട്ടോ, -1. നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ, നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 0.96 എന്ന് പറഞ്ഞാൽ. 0.96 എന്ന് എന്താ, കോറിലേഷൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്താ, 1. 1ഉം 1നോട് അടുത്തുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോറിലേഷൻ ആയിരിക്കും കേട്ടോ. അപ്പം കൺസിഡറിങ് അത്യാവശ്യം നല്ല കോറിലേഷൻ ഉണ്ട് തന്നെയാണ് പറയുക കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് 4ൽ നമ്മൾ കൺക്ലൂഷൻ പറയണം. ഓക്കെ. അപ്പോൾ എന്താണ്, ഒന്ന് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ നമ്മൾ മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മൾ സ്ട്രോങ് കോറിലേഷനോ വീക്കാണോ ഉള്ളത് അത് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇൻഡിക്കേറ്റ് ആസ് വെരി സ്ട്രോങ് കോറിലേഷനാണ്, പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എന്താണ് A and B അല്ലെങ്കിൽ X and Y, എന്താണോ ക്വസ്റ്റ്യൻ തന്നത് അങ്ങനെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പിയർമാൻസ് റോ കേട്ടോ. 0.6 ആയതുകൊണ്ടാണ്, 1ൻ്റെ അടുത്തായതുകൊണ്ടാണ് നമ്മൾ സ്ട്രോങ് എന്ന് പറയുന്നത്. ഇപ്പോൾ 0.6 ഇപ്പോൾ 0.96 ആയതുകൊണ്ട്, ഇപ്പോൾ 0.6 ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, മോഡറേറ്റ് എന്ന് പറയും. ഇപ്പോൾ 0.1 ഒക്കെ ആണെങ്കിൽ നമ്മൾ ലെസ് കോറിലേഷൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ പഠിച്ചു പോയാൽ മതി, നമുക്ക് എന്താണെങ്കിലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നാണ് ഫർദർ നോട്ടിഫിക്കേഷൻ എല്ലാം വരും കേട്ടോ ബാക്കി വീഡിയോസിൻ്റെയൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.